1943 patient has been in your care. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് അറിയാവുന്ന പേഷ്യന്റ് ആണ്. ഉള്ളൊരു പേഷ്യന്റ് ആണ്. 10 years ആയിട്ട് ഡ്യൂറിംഗ് ദ പാസ്റ്റ് 8 years മിസ് വില്യംസ് ഹാസ് ഡെവലപ്ഡ് ഡയബറ്റീസ്. 8 വർഷമായിട്ട് അവർക്ക് ഡയബറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് വെൽ കൺട്രോൾഡ്. കൺട്രോൾ അല്ല. യു ആർ നൗ റെഫറിംഗ് ഹെർ ഓൺ ടു എ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പൊ അതന്നെ നമ്മുടെ ഇവിടെ ആൻസർ വന്നു. ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്സിസ് വില്യംസ് who requires ബിവർലി വില്യംസ് എന്ന് വേണ്ട, മിസ്സിസ് വില്യംസ് അതിന്റെ സർനെയിം മതിയല്ലോ. മിസ്സിസ് വില്യംസ് who requires എന്താ വേണ്ടത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ. who requires health education. who requires health education program അല്ല, who requires health education. യെസ്. അപ്പൊ തന്നെ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് വന്നു. ഓൾമോസ്റ്റ് ക്ലിയർ ആയി. നമ്മൾ ബാക്കിയുടെ വായിക്കുമ്പോൾ അത് പ്രസന്റ് കംപ്ലൈന്റ് വേണ്ട. ഇപ്പം എന്തോ പേഷ്യന്റ് ഡയഗ്നോസിസിനെ ജസ്റ്റ് അവിടെ ഒന്ന് മെൻഷൻ ആക്കണോ? നമ്മളത് കംപ്ലീറ്റ് പിക്ചർ കിട്ടും. നമ്മളൊന്ന് തുടങ്ങിയതേ ഉള്ളൂ. ശരി. നമുക്ക് വേണേ പറയാം ഷീ ഹാസ് ബീൻ അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് ഫോർ ഡയബറ്റീസ് with us for the past 8 years. We can write like that. 10 years. Okay, അവരുടെ ക്ലാരിറ്റി വരും. ഫസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ റെഫറലിന് അതിൽ എന്തുവാണെന്ന്. റെഫറൽ ആണ് ലെറ്റർ. ഐ എം റൈറ്റിംഗ് ടു റെഫർ ദ പേഷ്യന്റ് ഹു റിക്വയർസ് ടു അണ്ടർഗോ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമുക്ക് മനസ്സിലായി. അടുത്തത് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്താണ്? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട് സിൻസ് 8 years ago. ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഷുഗർ ഇൻഫെക്ഷൻ ഒന്നുമില്ല. പിന്നെ യൂറിൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് അറ്റ് ഹോം. കൺട്രോൾഡ് അല്ല. ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. BP 5 വർഷമായിട്ട് കൂടുതലാണ്. അതിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഓവർ വെയിറ്റ് ഉണ്ട്. വിഷൻ പ്രശ്നമില്ല. അപ്പൊ അത് ഇതിന്റെ കാര്യമില്ല. സ്പെക്ടക്കിൾസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഗ്രാൻഡ് മദർ ഹാസ് ഡയബറ്റീസ്. അപ്പൊ ഇത് ഫാമിലി ഹിസ്റ്ററി ആണ്. ഹസ്ബൻഡ് ഓൾസോ. അപ്പം ഷീ ഹാസ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്. അതാണ് നമ്മൾ കണ്ടോ ഇത്രയും സാധനം കണ്ടോ കൺസൈസ് ആക്കിയേക്കുന്നത്. ഗ്രാൻഡ് മദർ ഹാഡ് ഡയബറ്റീസ്, ഡൈഡ് ഓഫ് ഗാംഗ്രെയിൻ ഓഫ് ഫുഡ്, ഹസ്ബൻഡ് ഈസ് ഓൾസോ ഡയബറ്റിക്. അപ്പൊ നമുക്ക് ഒറ്റ വാക്കിങ്ങനെ പറയാം, ഷീ ഹാസ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്. തീർന്നു. അടുത്തത് അഗെയിൻ നോ സ്പെഷ്യൽ ഡയറ്റ്. ഈ സ്പെഷ്യൽ ഡയറ്റ് ഒന്നും ഇല്ലെന്നുള്ളത് മേളിൽ വരുന്നതല്ലേ. ഡസ് നോട്ട് കെയർ അബൌട്ട് ഡയറ്റ്. അതും ഇതും കൺട്രോൾഡ് അല്ല, സെയിം അല്ലേ. അതൊരു പാരഗ്രാഫ് വരും. ട്രൈസ് നോട്ട് ടു ഹാവ് ഷുഗർ, സെയിം പാരഗ്രാഫ്. ഡയബറ്റിക് കോഡിയൽ, സെയിം പാരഗ്രാഫ്. ടേസ്റ്റ് ഫുഡ് വൈൽ, സെയിം. ഈറ്റ് ക്രീം, ലവ് ഫ്രൂട്ട്, അൺഅവെയർ ഓഫ് കോൺസിക്വൻസ്, ഹാവ് ലൂസിങ് വെയിറ്റ്. അപ്പൊ ഈ സാധനം എല്ലാം ഇവിടെ വരും, ഒറ്റ പാരഗ്രാഫിൽ വരും. ഡസ് വെരി ലിറ്റിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സസൈസ് വെരി ലിറ്റിൽ ചെയ്യാറില്ല. ലിറ്റിൽ ഈസ് നെഗറ്റീവ്. ചെയ്യാറില്ല. ലിറ്റിൽ എന്ന് പറയുമ്പോൾ കുറച്ച്. ഓക്കെ. വെരി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, മീൻസ് ഓൾമോസ്റ്റ് നെഗറ്റീവ് ആണ്. ഷീ ഡസ് ലിറ്റിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാറില്ല. ലൈക്സ് എ ഗ്ലാസ് ഓഫ് വൈൻ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മളൊരു കഴിവ് കാണിക്കേണ്ടതാണ്. ഇപ്പൊ ട്രൈസ് ടു നോട്ട് ഹാവ് ഷുഗർ. അവർ കേക്ക് കഴിക്കുന്നു, ബണ്ണ് കഴിക്കുന്നു, പഴം കഴിക്കുന്നു എന്ന് ഓരോന്നോരോന്നിട്ട് എടുത്ത് പറഞ്ഞാൽ ഈ പാരഗ്രാഫ് തന്നെ 150 വേർഡ്സ് വരും അല്ലേ. അപ്പൊ അത് കൺസൈസ് ആക്കി അതിന്റെ ടോട്ടൽ മീനിങ് എഴുതണം, വേണ്ടിയ കാര്യം. അടുത്തത് റിലേഷൻഷിപ്സ്, ഫാമിലിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ. ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തൊക്കെ? ഇതാണ് അവസാനത്തെ പാരഗ്രാഫിൽ വരേണ്ടത്. എന്തൊക്കെയാണ്? യൂറിൻ മോണിറ്റർ ചെയ്യണം. യൂറിൻ നീഡ്സ് ടു എഡ്യൂക്കേറ്റഡ്. യെസ്. പ്രീ ഡയബറ്റീസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പെഷ്യൽ ഡയറ്റ്. Needs to be educated on diabetes and importance of special diet. അപ്പൊ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ അതിൽ എങ്ങനെയാ വരുന്നത്? ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്സിസ് വില്യംസ് who requires education to control her diabetes and importance of special diet എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ. who requires education to control her diabetes and diet. Okay. അല്ലേ? Importance of special.
ഓക്കെ, ഇപ്പൊ ഏകദേശം നമുക്ക് പിക്ചർ ആയി വരുന്നു വായിച്ചപ്പോ. ഡയബറ്റീസ്, ഡയറ്റ്, മാത്രമല്ല ഇവിടെ വെയിറ്റും ഉണ്ട്. ഡയബറ്റീസ്, ഡയറ്റ് ആൻഡ് വെയിറ്റ് നമുക്ക് എഴുതാം. 3 കാര്യം വേണം എഴുതാം. Who requires education to control her diabetes, diet and weight. 3 കാര്യം എഴുതാം. അപ്പൊ തന്നെ ഇവിടെ ക്ലാരിറ്റി വന്നു. കണ്ടോ വായിച്ചു വരുമ്പോഴത്തേക്കും. ഓക്കെ, ഡേ ടൈം ക്ലാസ്സസ് ആണ്, അത് സ്പെഷ്യലി എടുത്ത് പറയണം. ഇൻക്രീസ് ഡാവോണിൽ, ഇതെന്തിനാണ്? ഡയബറ്റീസിന്റെയോ ഏതാണ്ടിന്റെ ഒരു മെഡിസിൻ ആണ്. നീഡ്സ് വിഷൻ ചെക്ഡ്, അത് എഴുതി വെക്കണം. അത് നമ്മള് ഇവരെ അങ്ങോട്ടും കണ്ട് പറഞ്ഞു വിടുക എന്താണ്. നീഡ്സ് ടു ലൂസ് വെയിറ്റ്. അപ്പൊ 3 കാര്യങ്ങൾ എഴുതി. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്സിസ് വില്യംസ് ഹു റിക്വയർസ് എഡ്യൂക്കേഷൻ, അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻസ് ടു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ ടു ലൂസ് ഹെർ, എഡ്യൂക്കേഷൻ ടു കൺട്രോൾ ഹെർ ഡയബറ്റീസ്, ഡയറ്റ് ആൻഡ് വെയിറ്റ്. 3 കാര്യം. ആൻഡ് വെയിറ്റ് അല്ലേ? ഡയബറ്റീസ്, ഡയറ്റ് ആൻഡ് വെയിറ്റ്. കൺട്രോൾ ദ ഡയബറ്റീസ്, ഡയറ്റ് ആൻഡ് വെയിറ്റ്. ഓക്കെ, വെയിറ്റിന്റെ കാര്യം കണ്ടോ. അപ്പൊ വെയിറ്റിനെ പറ്റി നമ്മളൊരു പ്രത്യേകിച്ച് പാരഗ്രാഫിൽ എടുത്തെഴുതു. സജസ്റ്റ് എ സ്യൂട്ടബിൾ എക്സസൈസ് സച്ച് ആസ് സ്വിമ്മിങ്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ, നമുക്ക് അങ്ങനെ എഴുതാം, സച്ച് ആസ് സ്വിമ്മിങ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഉചിതമായിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, എക്സാമ്പിൾ സ്വിമ്മിങ്. റൈറ്റ് ദ ഇൻഫർമേഷൻ. റെഫർ ലെറ്റർ ആണ്, മിഷേല മൻസോറ, പബ്ലിക് ഹെൽത്ത് നഴ്സിനാണ്. മനസ്സിലായി. അപ്പം നമ്മുടെ അഡ്രസ് എന്ത് വരും? മിസ് മിഷേല മൻസോറ, പബ്ലിക് ഹെൽത്ത് നഴ്സ്, 125 കാൻറ്റർബറി റോഡ്, റിംഗ്വുഡ്, വിക്ടോറിയ 3134, ഓസ്ട്രേലിയ. കഴിഞ്ഞു. അടുത്തത് ഡേറ്റ് എത്ര? ടുഡേസ് ഡേറ്റ്. ടുഡേസ് ഡേറ്റ് ഇടാം. ഡേറ്റ് തന്നിട്ടില്ല, അപ്പൊ ടുഡേസ് ഡേറ്റ് ഇടാം. ടുഡേസ് ഡേറ്റ്. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ്. ഓക്കെ, പിന്നെ ഇവരുടെ ഏജ്. മിസ്സിസ് വില്യംസ്. റൈറ്റിംഗ് റെഫർ എന്തുവാണ്? RE ബിവർലി വില്യംസ് അല്ലേ? വില്യംസ്. ബോൺ 1943 എന്നാ പറഞ്ഞേക്കണേ. ബോൺ 1943 എന്നുള്ളത് ഇപ്പം വയസ്സ് കുറയ്ക്ക്. എത്ര വർഷമായി ഇപ്പം? 43 പ്ലസ് 56, 57. അപ്പൊ 57 പ്ലസ് 23 എത്രയായി? 57 പ്ലസ് 23. 57 3 കൂടെ വരുമ്പോൾ എത്ര ആവും? 60 ആയി. 60 പ്ലസ് 20 80 ഇയേഴ്സ് ആയി. അപ്പൊ 80 ഇയേഴ്സ് ഓൾഡ്. നമുക്ക് അങ്ങനെ എഴുതല്ലോ, 80 ഇയേഴ്സ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് പാരഗ്രാഫ്. സല്യൂട്ടേഷൻ. ഡിയർ, പേരെന്തുവാ? ഡിയർ മൻസോറ. ഡിയർ മിസ് മൻസോറ അല്ലേ? മിസ് മൻസോറ. ഫസ്റ്റ് പാരഗ്രാഫ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്സിസ് വില്യംസ് ഹു റിക്വയർസ്. മിസ് ആണോ മിസ്സിസ് ആണോ? ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, അതേണ്ട് മിസ്സിസ് വില്യംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇല്ലെങ്കിൽ മിസ് എന്ന് മാത്രം ഇടാം. മിസ്സിസ് വില്യംസ് റിക്വയർസ് education to control her diabetes, diet and weight. Okay, ഇപ്പൊ നമുക്ക് ഇവിടെ എഴുതല്ലോ, she has been under our care for the past 10 years. തീർന്നില്ലേ? അപ്പൊ പേഷ്യന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതാണ് അവിടെ കാണിക്കുന്നത്. she has been under our care for the past 10 years. തീർന്നേ? ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയി. അടുത്ത പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിലെന്തുവാ ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് ഡയബറ്റീസിനെ പറ്റി പറയാം ഒരു പാരഗ്രാഫിൽ. അടുത്ത പാരഗ്രാഫിൻ്റെ അത് നമുക്ക് ഡയറ്റിനെ പറ്റി പറയാം. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ വെയിറ്റിനെ പറ്റി പറയാം. തീർന്നു സംഭവം. Okay. Mrs. Williams has been diabetic for the past 8 years.
അതായത് ഇപ്പോഴും ഡയബറ്റിക് ആണ്. തുടങ്ങല്ലോ അങ്ങനെ. മിസ്സിസ് ഹാസ് വില്യംസ് ഹാഡ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുമോ അവിടെ? എന്തോ ഹാസ് ഹാഡ് വെച്ചിട്ട് എഴുതുമ്പോ എഴുതാൻ പറ്റുമോ? ഹാസ് ബീൻ ഡയബറ്റിക് എന്ന് എഴുതാം, ഹാസ് ഹാഡ് ഡയബറ്റീസ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഹാസ് ബീൻ സഫറിംഗ് ഫ്രം ഡയബറ്റീസ് എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഹാസ് ഹാഡ് എന്ന് പറഞ്ഞാൽ പൊസഷൻ ആണ്, അവൾക്ക് ഇപ്പോഴും ഉണ്ട്. മിസ്സിസ് വില്യംസ് ഹാസ് ഹാഡ് diabetes for the past 8 years. അവർക്ക് ഹൈപ്പർ ടെൻഷന്റെ കാര്യം പറയുന്നുണ്ട്. ഹൈപ്പർ ടെൻഷന്റെ കാര്യം നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് എഴുതണോ? Let's say and she takes medication for the same, ഇല്ലേ? And she takes a medication for the same. പിന്നെന്തുവാണ് അതിൻ്റെ അതിലുള്ളത് നമുക്ക് നോക്കാം. പ്രിസ്ക്രൈബ്ഡ്, അപ്പൊ ആൻഡ് ഷീ ടേക്സ് മെഡിക്കേഷൻ ഫോർ ദ സെയിം. അപ്പൊ നമ്മൾ ഇതേണ്ട പ്രിസ്ക്രൈബ് ടാബ്ലറ്റ് സൂൺ ആഫ്റ്റർ ഡയഗ്നോസിസ്, അപ്പൊ അത് എഴുതി. അവിടെ ബി പിയുടെ കാര്യം എവിടെയാണ് കിടക്കുന്നത്? ഹിസ്റ്ററിക്കകത്ത് തന്നെയുണ്ട്. ഷീസ് ഓൺ മെഡിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ബി പി ഫോർ ദ പാസ്റ്റ് 5 years ആൻഡ് ഈസ് ഓൺ മെഡിക്കേഷൻ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ഹാസ് ഹാഡ് ഹൈ ബ്ലഡ് പ്രഷർ ഫോർ ദ പാസ്റ്റ് 5 years. അപ്പൊ ഈ രണ്ടെണ്ണം കൂടെ നമുക്ക് എങ്ങനെ എഴുതാം, കണക്ട് ചെയ്യാം? അല്ലല്ല, അപ്പൊ ഈ രണ്ടെണ്ണം കൂടെ ഇപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ സ്ട്രക്ചർ ഒരേപോലെ അല്ലേ വരുന്നത്? അവർക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അതിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. ബി പി ഉണ്ട്, അതിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് എഴുതി കൂടെ? ഷീ ഹാസ് ഹാഡ് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർടെൻഷൻ. ഓക്കെ, അപ്പൊ അത് ഒന്നുകൂടെ കണക്ട് ചെയ്ത് എഴുതി കൂടായോ? കണ്ടോ, ചിന്തിക്കുന്നു നോക്കണം. മിസ്സിസ് വില്യംസ് ടേക്സ് മെഡിക്കേഷൻ ഫോർ ഡയബറ്റീസ് ആൻഡ് ഹൈ ബി പി. അല്ല, അതപ്പോ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആവും. അപ്പം മിസ്സിസ് വില്യംസ് ഹാസ് ഹാഡ് ഡയബറ്റീസ് ആൻഡ് ഹൈ ബി പി for the past 8 and 5 years respectively and is on medication കാണിക്കണം. respectively, full stop. അപ്പൊ ഒത്തിരി ആൻഡിട്ട് ഇങ്ങനെ ഇട് പോവല്ലോ, you make mistake. Mrs. Williams takes medication for എന്തൊക്കെയാണ്? ഡയബറ്റീസ്. ഏത് ഡയബറ്റീസ് ആണ്? ടൈപ്പ് 2 നോൺ ഇൻസുലിൻ ഡയബറ്റീസ്, ഡിപ്പെൻഡന്റ് ഡയബറ്റീസ്. അത് കറക്റ്റ് ആയിട്ട് എഴുതണം. പല ഡയബറ്റീസ് ഉണ്ടല്ലോ. മിസ്സിസ് വില്യംസ് has had type 2 non-insulin dependent diabetes and high BP for the past 8 and 5 years, respectively. കണ്ടോ കൺസൈസ് ആക്കുന്നത്? മനസ്സിലായോ? അടുത്ത സെന്റൻസ് അല്ലെങ്കിൽ സെമി കോളൻ ഇട്ട് എഴുതുക. ഷീ ടേക്സ് മെഡിക്കേഷൻ ഫോർ ദ സെയിം. അതുമായിട്ട് ചേർത്ത് കാണണമെങ്കിൽ സെമി കോളൻ ഇട്ടിട്ട്. പക്ഷെ അടുത്ത സെന്റൻസ് ആണ് ഷീ ടേക്സ് മെഡിക്കേഷൻ ഫോർ ദ സെയിം. Okay. The same. എന്നിട്ട് അതിന്റെ കൂടെ പറയാം ഷീ മോണിറ്റേഴ്സ് ഹെർ യൂറിൻ വിത്ത് സ്റ്റിക്സ് അറ്റ് ഹോം. ഒരു സെന്റൻസ് ആയി. അടുത്തത് ഇതിന്റെ കാണുന്നത് ഷീ ഹാസ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്. അപ്പൊ എല്ലാം ആയില്ലേ? നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. വെയിറ്റിന്റെ കാര്യം പിന്നെയല്ലേ എഴുതുന്നത്? വെയിറ്റിന്റെ കാര്യം നമ്മൾ ഇവിടെ എഴുതല്ലോ. കാരണം നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്യണം. കണ്ടോ, നമ്മൾ ഡയബറ്റീസിന്റെയും ബി പിയുടെയും കാര്യം ഒരു ഇവിടുത്തെ പറഞ്ഞു. അടുത്തതിൻ്റെ നമ്മൾ ഇവരുടെ ഡയറ്റിനെ പറ്റി പറഞ്ഞു, പിന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഡയറ്റും വെയിറ്റും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. ഡയറ്റും വെയിറ്റിന്റെ കാര്യം കൂടെ അല്ലേ, മീൻസ് സെയിം അല്ലേ സാധനം. അപ്പൊ ഐഡിയ കിട്ടുന്നുണ്ടോ? പിടി കിട്ടുന്നുണ്ടോ? ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പൊ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടേ നമ്മൾ എഴുതാൻ തുടങ്ങാവൂ. ഓക്കെ, അടുത്ത പാരഗ്രാഫിൻ്റെ അതിൽ നമ്മൾ എഴുതും ഡയബറ്റീസിന്റെ കാര്യം. ഡയബറ്റീസ്. ഓക്കെ, ഡയറ്റ്. അപ്പൊ ഇതിൻ്റെ അതിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഡയറ്റിനെ പറ്റി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഇതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളുണ്ട്. മിസ് വില്യംസ്
Mrs. Williams requires your help to lose weight. ഇല്ലേ? Has troubling losing weight എന്ന് പറഞ്ഞാൽ എന്തോ? She requires help to lose weight. Ready അല്ലേ? Lose weight as she does little exercise. She does very little exercise. Okay. She does അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. Mrs. Williams does very little exercise and requires help to lose weight. അങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം അല്ലേ? വാക്സ് അറൌണ്ട് ദ ഹൗസ് ഒക്കേഷണലി ഒന്നും എഴുതേണ്ട കാര്യമില്ല. വെരി ലിറ്റിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ല, അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അത് എഴുതിയിട്ട് കാര്യമില്ല. അടുത്തത്, അപ്പൊ നമുക്ക് ഈ സാധനത്തെ മൊത്തം കൂടെ നമ്മൾ എങ്ങനെ എഴുതാം? പിന്നെ ഇവള് ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല അല്ലേ? ഡയറ്റ് she does not have any special diet. ഇവിടെ രണ്ട് കാര്യം, ഇതിപ്പോ നിങ്ങളുടെ കോംപ്ലിക്കേഷൻ ആണല്ലോ. ഇപ്പം നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് സ്പെഷ്യൽ ഡയറ്റും ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഡയറ്റും വെയിറ്റ് ലോസും രണ്ടായിട്ട് എഴുതണം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതണം. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ? മിസ്സസ് വില്യംസ് ഡസ് നോട്ട് ഫോളോ എനി സ്പെഷ്യൽ ഡയറ്റ്. ഷീ ട്രൈസ് ടു അവോയ്ഡ് ഷുഗർ and buys diabetic cordial. Okay. She loves tasting food, ice cream, fruit, and minimal wine and some wine. Aile. Okay. And she is unaware of yeah, she is unaware of its consequences of. Okay, അത്രയും മതിയല്ലോ. അപ്പം മിസ്സസ് വില്യംസ് ഡസ് നോട്ട് ഫോളോ എനി സ്പെഷ്യൽ ഡയറ്റ് ആൻഡ് ഈസ് അൺഅവെയർ ഓഫ് ഹിറ്റ്സ് കോൺസിക്വൻസസ്. കണ്ടോ കണക്ട് ആവുന്നത്? മിസ്സസ് വില്യംസ് ഡസ് നോട്ട് ഫോളോ എനി സ്പെഷ്യൽ ഡയറ്റ് ആൻഡ് ഈസ് അൺഅവെയർ ഓഫ് ഹിസ് കോൺസിക്വൻസസ്. ഷീ ട്രൈസ് ടു അവോയ്ഡ് ഷുഗർ ആൻഡ് ബൈസ് ഡയബറ്റിക് കോർഡിയൽ. അടുത്ത കാര്യം ഓരോന്ന് ഫുള്ളായിട്ട് എഴുതല്. ഷീ ലവ്സ് ടേസ്റ്റിംഗ് ഫുഡ്, ഐസ്ക്രീം, ഫ്രൂട്ട് ആൻഡ് സം വൈൻ. ഈവനിങ് മീലിന്റെ കൂടെ എഴുതാനൊന്നും എഴുതേണ്ട കാര്യമില്ല. ആൻഡ് സം വൈൻ മീൻസ് ഒത്തിരിയും അല്ല, കുറച്ച്. ആൻഡ് സം വൈൻ. അപ്പൊ നമ്മൾ എൻറ്റയർ കവർ ചെയ്തില്ലേ? ഇല്ലേ? അപ്പൊ അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ അതിലെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ അവസാനം ഇത് മാത്രമായിട്ട് എഴുതിയാൽ വലിയ പാരഗ്രാഫ് ആവും. അപ്പൊ അതുകൊണ്ട് എന്ത് എഴുതണം? Therefore she requires to be educated regarding the importance of a special diet. അപ്പൊ നമ്മുടെ പാരഗ്രാഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നില്ലേ അവിടെ? Therefore she needs to be educated. നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ ഒക്കെ അവസാനമാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ ചില സമയങ്ങളിൽ ഇതുപോലെ കണക്ട് ചെയ്ത് എഴുതും. കാരണം അവസാനത്തെ പാരഗ്രാഫിൽ എഴുതാനിരുന്നാൽ ഇത് മൊത്തം ഒത്തിരി ആയിപ്പോകും. ഒരു പാരഗ്രാഫ് മാത്രം വലിയതായി പോകും അല്ലേ? ഇവിടെ പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. Therefore അതുകൊണ്ട് she needs to be educated the importance of special diet. അന്നേരം നമുക്ക് ഫസ്റ്റ് ലൈൻ വേണ്ടല്ലോ. ഷീ നീഡ്സ് ഹെൽപ്പ് ഇൻ എന്താണ്? വേണ്ട നമുക്ക് എഴുതി കുഴപ്പമില്ല. ഷീ ഡസ് നോട്ട് ഫോളോ എനി സ്പെഷ്യൽ ഡയറ്റ് ആൻഡ് ഷീ ഈസ് അൺഅവെയർ ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഷീ ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ നമുക്ക് ഒരു പാരഗ്രാഫ് ആയില്ലേ? അടുത്ത പാരഗ്രാഫിന്റെ നമ്മൾ എന്തുവാ പറയാൻ പോകുന്നത്? നമ്മൾ ആ വെയിറ്റിന്റെ കൂടെ അല്ലേ എഴുതുന്നേ? ഇല്ല, വെയിറ്റിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. കാരണം വെയിറ്റിന്റെ കാര്യങ്ങൾ ഒത്തിരിയുമായി പോകും. നമ്മൾ അടുത്ത വെയിറ്റിനെ പറ്റി അടുത്ത പാരഗ്രാഫിൽ. അടുത്തത്, മിസ്സസ് വില്യംസ് റിക്വയർസ് ഹെൽപ്പ് ടു ലൂസ് ഹെർ വെയിറ്റ് അല്ലേ? വെയിറ്റ്. അപ്പൊ അവളുടെ വെയിറ്റ് എത്രയാണ്? ഹെയർ വെയിറ്റ് പറയുന്നുണ്ട്, which is more than the recommended BMI എന്തോ പറയുന്നുണ്ട്. BMI is 32. Overweight for past 30 years. Yeah. BMI 32. But she has been overweight for the past 30 years with a BMI of 32. എന്ന് പറയല്ലോ. She has been overweight for the past 30 years
with a BMI of 32. The BMI of 32. She gained. ഇതിൻ്റെ ഏറ്റവും താഴെ കണ്ടോ, നമ്മൾ പലയിടത്തു നിന്ന് എടുക്കുന്നത് കണ്ടോ, റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇതാണ് പഠിക്കേണ്ടത്. ഷീ ഗെയിൻഡ് 3.5 kg just in the last 6 months. Okay. She gained just in the last 6 months. 3.5 she kg. gained 3.5 kg just in the last 6 months. Okay. Last months. 6 months. One moment. അത്രയും ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കണക്ട് ചെയ്യല്ലോ. റൈറ്റിംഗ് ടാസ്കിന്റെ അതിൽ എന്തോ അവിടെ എഴുതിയുണ്ട്. therefore please suggest a suitable exercise program such as swimming. For her like swimming. Like swimming അല്ല, such as swimming. ലൈക്ക് എന്നുള്ളതിനേക്കാൾ ഇച്ചിരി ഫോമലാണ് such as swimming. സ്വിമ്മിങ് തന്നെ സജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല, സ്വിമ്മിങ് തന്നെ സജസ്റ്റ് ചെയ്യണം. such as swimming നമ്മുടെ ഒരു സജഷൻ ആണ്. therefore അതൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയണം. therefore ഫോമയുണ്ട് അവിടെ. therefore kindly suggest a suitable exercise program for her such as swimming. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ അപ്പം എല്ലാം ആയില്ലേ അവിടെ? ഇനിയാണ് നമ്മൾ അവസാനത്തെ പാരഗ്രാഫ് എഴുതുന്നു. ഈ സോഷ്യൽ ഹിസ്റ്ററി ഒന്നും ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ റൈറ്റ് ബിക്കോസ് ഇറ്റ്സ് ടു മച്ച് ഓൾറെഡി. ഡസ് നോട്ട് മാറ്റർ. ഓൾറെഡി നമ്മൾ എഴുതി സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്. അടുത്തത് ബേസ്ഡ് ഓൺ ദ അബവ് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? based on the above information. അപ്പൊ നമ്മൾ അവസാനത്തെ പാരഗ്രാഫിൽ എന്തോ എഴുതണ്ടേ? പ്ലീസ് മോണിറ്റർ ആൻഡ് എഡ്യൂക്കേറ്റ് മിസ്സസ് വില്യംസ് അല്ലേ? പിന്നെ ഇവിടെ വിട്ടുപോയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം? കൈൻഡ്ലി മോണിറ്റർ ഹെർ യൂറിൻ blood sugar level with a glucometer. ഫുൾ സ്റ്റോപ്പ്. എനിക്കൊന്ന് ഇവർ കുറച്ച് ദിവസത്തേന് അങ്ങോട്ട് മാറി പോകാൻ തോന്നുന്നു എഡ്യൂക്കേഷന് വേണ്ടി. ഓക്കെ. 2 എഡ്യൂക്കേറ്റഡ്. അപ്പൊ അത് കാണുന്നുണ്ടോ ഞാൻ ഇവിടെ പറയുന്നത്? ട്രീറ്റ്മെന്റ് പ്ലാൻ. ഇപ്പൊ ഇത് എഴുതി, അതുകൊണ്ട് നമുക്ക് അവിടെ എഴുതണ്ട. അതാണ് അതിന്റെ ഗുണം. കാരണം അല്ലെങ്കിൽ ആ അവസാനത്തെ പാരഗ്രാഫ് ഭയങ്കര വലുതായിട്ട് മറ്റേ പാരഗ്രാഫിൽ ചെറുതായിട്ട്. ഓക്കെ, ഇത് നമ്മൾ എഴുതിയല്ലോ ഡേ ടൈം ക്ലാസ്സസ്. അപ്പം നമ്മൾ മെയിലിൽ എഴുതിയപ്പോൾ സ്പെസിഫിക് ആയിട്ട് എഴുതുക ഡേ ടൈം ക്ലാസ്സസ് ആണ്. കാരണം അവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് നൈറ്റ് ക്ലാസ്സസ് അല്ല, ഡേ ടൈം ക്ലാസ്സസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് പറയാം ഷീ നീഡ്സ് ടു അണ്ടർഗോ ഡേ ടൈം ക്ലാസ്സസ് അറ്റ് യുവർ ഹോസ്പിറ്റൽ എന്ന് എഴുതാം. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതാം. അടുത്തത് കൈൻഡ്ലി ഇൻക്രീസ് ഹർ ഡൗണിൽ ഡോസേജ് ഫ്രം 15 to mg a day. 20 per day. And it's important to check her vision. അല്ലെങ്കിൽ പറയാം her vision needs to passive ആക്കാം. her vision needs to be checked every 2 to 3 months. Every 2 to 3 months. തീർന്നു, ലെറ്റർ തീർന്നു. മനസ്സിലായോ? if you require further question please do not hesitate to contact me. okay, now ലെറ്റർ കഴിഞ്ഞല്ലേ? കണ്ടോ, ഏജ് 79 years നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ്. ഇവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത്, ഇവിടെ റെഫർ ലെറ്റർ ആണെന്ന് പറയുന്നെങ്കിൽ പോലും ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ട്രാൻസ്ഫർ ലെറ്റർ. കാരണം ഇവർ അങ്ങോട്ട് പോവുകയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി. ഓക്കെ, പക്ഷെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതുപോലുള്ള ഒരു പിന്നെ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ അങ്ങനെ വന്നാൽ ഞാൻ അന്നേരം അതുകൊണ്ടാണ് ഇവിടെ താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് എന്ന് എഴുതിയേക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ് ഓൾസോ. മനസ്സിലായോ? അപ്പൊ അവർക്ക് നമ്മൾ ശരിയാ തെറ്റാ എഴുതിയെന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ ഈ വേർഡിങ്സ് ഒക്കെ ശ്രദ്ധിക്കാം. സോ വാട്ട് ഹെൽപ്സ് യു യൂസ് ദാറ്റ്.
Thank you for accepting Mrs. Williams, who needs education and monitoring at your hospital to control her diabetes and diet. Okay, രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഡയബറ്റീസും ഡയറ്റും ആണ് എഴുതിയത്. To control her diabetes and diet. വെയിറ്റിനെ പറ്റി ഞാൻ അവിടെ എഴുതിയില്ല, താഴെയാണ് എഴുതുന്നത്. She has been under our care for the past 10 years. Mrs. Williams has been under medication for type 2 non-insulin dependent diabetes and hypertension for the past 8 and 5 years respectively. അവൾ മെഡിക്കേഷൻ എടുക്കുന്നത് ഓൾറെഡി അതിൻ്റെ അതിൽ ഇംപ്ലൈഡ് ആണ് അല്ലേ? നമ്മൾ എഴുതി she has had diabetes for the past 5 and 10 years respectively and she takes medication for the same. അപ്പോൾ അത് കുറച്ചുകൂടെ കൺസൈസ് ആക്കി ഇവിടെ കണ്ടോ? Mrs. Williams has been under medication for type 2 non-insulin diabetes and hypertension for the past 5 and 8 years. അപ്പോൾ ഓൾറെഡി അതിനകത്ത് മീനിങ് വന്നു. ഇവർക്ക് അത്രയും ഒരു സെന്റൻസ് അത്രയും നമ്മൾ അവോയ്ഡ് ചെയ്തില്ലേ? Okay. She monitors her urine at home with the sticks. She has no infections but has strong family history of diabetes. Yes. അടുത്തത്, Mrs. Williams neither follows any diet regime nor is she aware of its consequences. Neither nor ഓർക്കുന്നുണ്ടോ? Correlative conjunction. Either or, neither nor, both and, അതാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. Neither follows any diet regime nor is she aware of any consequences. കണക്ട് ചെയ്തേക്കുന്നുണ്ടോ? She buys, അത് പിടികിട്ടിയോ? Mrs. Williams does not follow any diet regime nor is she aware of its consequences. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ടായിട്ട് എഴുതാം. She does not follow any diet regime. She is not aware of its consequences. അപ്പോൾ അത് ചേർത്ത് neither nor ചേർത്ത് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. She buys diabetic cordial and tries to avoid sugar. She loves tasting food, fruits, cream cake and a little wine. എന്ന് പറഞ്ഞാൽ കുറച്ച്. A little ആണ്. Little എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. A little എന്ന് പറഞ്ഞാൽ കുറച്ച്. കണ്ടോ? A ഇല്ലെങ്കിൽ loves little wine എന്ന് പറഞ്ഞാൽ വൈൻ ഇഷ്ടമില്ലെന്നായി പോകും. Therefore, she needs to attend daytime formal diabetic education classes to learn about diabetes and importance of a special diet. കണ്ടോ അവിടെ daytime classes എന്നൊക്കെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? Your voice is very low. Okay, Mrs. Williams needs to. Okay, അപ്പോൾ നമ്മൾ അവിടെ ഡയറ്റിനെ പറ്റി പറഞ്ഞില്ലേ? ഫസ്റ്റിൽ നമ്മൾ എന്ത് പറ്റി പറഞ്ഞു? ഫസ്റ്റ് പാരഗ്രാഫിൽ, അതായത് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഹൈപ്പർ ടെൻഷനെ പറ്റി പറഞ്ഞു, ഡയബറ്റീസിനെ പറ്റി പറഞ്ഞു. അടുത്ത പാരഗ്രാഫിന്റെ അതിൽ നമ്മൾ ഡയറ്റിനെ പറ്റി ഫുൾ ഫോക്കസ് ചെയ്തു. അടുത്ത പാരഗ്രാഫിൽ അതിൽ വെയിറ്റിനെ പറ്റി ഫോക്കസ് ചെയ്യുന്നു. മിസ്സസ് വില്യംസ് നീഡ്സ് ഹെൽപ്പ് ടു ലൂസ് വെയിറ്റ്. ഷീ ഡസ് ലിറ്റിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്തോ നെഗറ്റീവാണ്. BMI is 32 and she has been overweight for the past 30 years, gaining 3.5 kg just in the last 6 months. Additional information on gaining adonu comma itteke. Kindly suggest a suitable exercise program for her such as swimming. Based on the above, കണ്ട ഈ പാരഗ്രാഫുകൾ നോക്കി എല്ലാം ഒരുമാതിരി ഒരേ സൈസും അല്ലേ? നോക്കിക്കേ, ഒരു പാരഗ്രാഫ് വലിയതും മറ്റു ചെറുതും അല്ലല്ലോ. മീൻസ് അതൊരു നീറ്റ് ആണ് കാണാൻ. Based on the above, kindly take over and continue her care. Okay, I think it's a transfer letter. കാരണം അതിന്റെ ലെറ്ററിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തുകൊണ്ട് ഞാൻ അവിടെ എഴുതി അങ്ങനെ? കാരണം ടേക്ക് ഓവർ ദ മാനേജ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ട്രാൻസ്ഫർ ലെറ്റർ അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംശയം തോന്നിയത് കൊണ്ടാണ് താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് എന്ന് വേണം എഴുതിയത് ഇൻട്രൊഡക്ഷന്റെ അകത്ത്. ഇവര് ട്രാൻസ്ഫർ ആണെന്ന് പറയുന്നില്ല. ഇങ്ങനൊക്കെ ലെറ്റർ വരും. ഇവര് ഇംപ്ലൈഡ് മീനിങ് ട്രാൻസ്ഫർ ആണ്, പക്ഷെ ഇവര് റെഫറൽ ലെറ്റർ എന്ന് എഴുതി വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ റെഫറൽ ലെറ്റർ എന്ന് എഴുതും, അവര് പറയും ഇത് ട്രാൻസ്ഫർ ലെറ്റർ ആണ്, മാർക്ക് ഇല്ലെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ okay. Now, based on the above, kindly take over and continue the care. കണ്ടോ? Increase her downhill. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. Dosage from 15 to mg a day and monitor her blood glucose level with a glucometer. അതൊക്കെ കണക്ട് ചെയ്ത് നല്ലതായിട്ടാണ് എഴുതിയേക്കുന്നത്. ഒരു സെന്റൻസ് ആക്കി, അത്ര ഒത്തിരി ഇല്ല അവിടെ എഴുതാൻ. Her vision needs to be checked every 2-3 months. Okay, passive tenses ഉപയോഗിച്ച് പഠിക്കുക. ഒത്തിരി ഉപയോഗം വരും നമുക്ക്.
You should check her vision every. You should check എന്ന് പറയുന്നതിന് പകരമാണ് her vision needs to be checked. വളരെ പൊളൈറ്റ് ആണ് അത്. കണ്ടോ? You should check എന്ന് പറയുമ്പോൾ നീ ചെക്ക് ചെയ്യണം, you have to check എന്നൊക്കെ പറയുമ്പോൾ നീ ചെക്ക് ചെയ്യണം എന്നൊക്കെ ഒരു സ്ട്രെസ് ആയിപ്പോ, മീൻസ് കുറച്ച് റൂഡ് ആയിപ്പോ. അപ്പൊ അതിന് പകരം ഇങ്ങനെ എഴുതുക, further queries you sincerely register. കണ്ടോ, വലിയ ലെറ്റർ അല്ലേ, 207 വേർഡേ ഉള്ളൂ, ആ പരിധിയിൽ തന്നെ വന്നു. ഓക്കെ, tell me what you understood. How to concise a letter. പക്ഷെ ഞാൻ എഴുതുമ്പോ പതുക്കെ എഴുതി ശരിയാക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അതിലെ ഫോക്കസ് ഈ ലെറ്റർ നോക്ക്. ഒന്നാമത്തെ അതിലെ പർപ്പസ് എഴുതി, രണ്ടാമത്തെ അതില് ഡയബറ്റീസിനെ പറ്റി, ഹൈപ്പർ ടെൻഷനെ പറ്റി മാത്രം, മൂന്നാമത്തെ അതില് ഡയറ്റിനെ പറ്റി, നാലാമത്തെ അതില് ലൂസ് വെയിറ്റ്. മാത്രമല്ല സെന്റൻസിന്റെ തുടക്കം നോക്ക്, താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് ഹു നീഡ്സ് എഡ്യൂക്കേഷൻ. അപ്പൊ അവിടെ ഭയങ്കര ക്ലിയർ ആണ്, ഷീസ് അണ്ടർ മെഡിക്കേഷൻ ഫോർ ടൈപ്പ് 2. അപ്പൊ അവിടെ ഇൻ മെഡിക്കേഷനെ പറ്റി, കണ്ടീഷനെ പറ്റി പറഞ്ഞു. അടുത്തത് ഡയറ്റിനെ പറ്റിയാണ് പറഞ്ഞത് ഇവിടെ. മൂന്നാമത്തെ അതിൽ ഹെൽപ് ടു ലൂസ് വെയിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ എബവ് ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, വളരെ ക്ലിയർ അല്ലേ ആ ഫസ്റ്റ് സെന്റൻസുകൾ. അപ്പൊ അങ്ങനെ വരണം. മോർ യു റൈറ്റ്, ബെറ്റർ ഇറ്റ് വിൽ ബിക്കം. ഓക്കെ, സോ റൈറ്റ് മോർ. നമ്മളിപ്പോ എന്തൊക്കെ ക്ലിയർ ചെയ്തു? സ്പീക്കിംഗ് ചെയ്തു, റീഡിംഗ് നമ്മൾ പാർട്ട് എ നോക്കിയിട്ടുള്ളൂ അല്ലേ? Yeah, we have to check B and C, but almost good progress. ഇപ്പൊ നമുക്ക് റൈറ്റിംഗും ഓൾമോസ്റ്റ് ആയി വരുന്നു. പിന്നെ നമ്മൾ ലിസണിങ്ങിന് നോക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽ ഗോ ഓവർ ഇറ്റ് അഗെയിൻ. Okay sir. All right, so I'll see you tomorrow. Write more letters. This is good. Okay sir. Okay then, have a good day. Okay, thank you. Thank you sir. Thank you. Same to you.